ജാസി ഗിഫ്റ്റ്. അപ്പം ഞാനും ജാസയും കൂടെ വീണ്ടും ഒന്നിക്കുന്നു ശാന്തമി രാത്രി. ഫോർ ദ പീപ്പിൾ സെൻസേഷന് ഇന്നും നിലനിൽക്കുന്നു. നിങ്ങളുടെ കോളേജ് പ്രോഗ്രാമിനും അല്ലെങ്കിൽ മറ്റെവിടെ മലയാളികൾ ആഘോഷിക്കുമ്പോഴും അവസാന കാലമായി തിരഞ്ഞെടുക്കുന്നത് ലജ്ജാവതിയായിരിക്കും. അത് ഓർത്ത് നോക്കി, 20 വർഷമായി. 20 വർഷത്തിന് ശേഷം ഒരു ഗാനം നിങ്ങളെ ത്രസിപ്പിക്കുന്നു, ത്രില്ലടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഗീത സംവിധായകൻ ലോകത്തിൽ തന്നെ അപൂർവമായിരിക്കും. അതാണ് ജാസി ഗിഫ്റ്റ്. ഇന്ന് ശാന്തമി രാത്രി എന്ന സിനിമയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. പബ് ക്രോളിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? പബ് ക്രോളിംഗ് ഉണ്ടോ? ഞാനും UK ചെന്നപ്പോഴേ കേട്ടത്. കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ചെയ്യാവുന്നതാണ്. ഒരു പബ്ബിൽ നിന്ന് തുടങ്ങി അനവധി പബ്ബുകളിലൂടെ യാത്ര ചെയ്ത് നേരം വെളുക്കുന്നത് വരെ ഉന്മാദത്തിൻ്റെ ലഹരിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി പ്രഭാതം കാണുന്ന കാഴ്ചയാണ് ഈ പബ് ക്രോളിംഗ്. അതൊരു ഗാനത്തിലൂടെ ഈ സിനിമയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ആക്ച്വലി ശാന്തമി രാത്രി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ആടുജീവിതം കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്ത സിനിമയാണ്. എന്നെ സംബന്ധിച്ച് ആടുജീവിതം കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ നിന്ന് ഒരു കൈൻഡ് ഓഫ് ഡയറക്റ്റിംഗിൽ നിന്ന് ഞാൻ വേറൊരു കൈൻഡ് ഓഫ് ഡയറക്റ്റിങ്ങിലേക്ക്, അതും സാറിനെ പോലെയുള്ള, ഞാൻ ചെറുപ്പം മുതലേ സാറിൻ്റെ സിനിമകൾ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. ആളുടെ ഡയറക്ഷനിൽ, ഇപ്പം ഞാൻ സിദ്ധാർത്ഥയുടെ പറഞ്ഞ പോലെ ആളുടെ കമാൻഡിൽ ആക്ഷനും കട്ടിനും അഭിനയിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ന്യൂ കമർ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സർ ഫോർ കോളിംഗ് മീ ആസ് എൻ ആക്ടർ. ആൻഡ് താങ്ക് യു സെൻറ്റ് ആൽബർട്ട്സ്. ഇത്രയും എനർജി, ഇത്രയും പാക്ക് ആയിട്ട് ഇവിടെ എല്ലാവരും ഇവിടെ ഇതിൻ്റെ മുകളിൽ വരെ ആൾക്കാർ നമ്മൾ നോക്കി നിൽക്കുന്നുണ്ട്. സോ എവ്രി വൺ, നിങ്ങളെല്ലാവരും തരുന്ന എനർജി, നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട്, ദാറ്റ് മേക്സ് us alive. നമ്മളെ അലൈവ് ആക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതാണ്. സോ താങ്ക് യു സെൻറ്റ് ആൽബർട്ട്സ്. നമ്മുടെ സിനിമ കാണുക, നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് എ ലവ് സ്റ്റോറി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രേമം അഭിനയിക്കുന്നത്. എങ്ങനെയാണോ എങ്ങനെയാണത് വർക്കൗട്ട് ആവാമെന്ന് നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് അഭിപ്രായം പറയാം. സോ താങ്ക് യു. It's also a pleasure to welcome the other talented. നമ്മളിലെ ശ്യാമായി വരികയും സ്പിരിറ്റിലെ സമീറായി നമ്മളെ ഞെട്ടിക്കുകയും ഈ അടുത്ത് പ്രമേയത്തിലെ പാചകക്കാരനായി വീണ്ടും തന്നെ നിലനിൽപ്പ് ഊട്ടി ഉറപ്പിക്കുക മാത്രം. നിങ്ങളെല്ലാം സൂക്ഷ്മദർശിനികളല്ലേ? അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുകയാണ്. Good afternoon, St. Albans. ശാന്തമി രാത്രിയിലെ ആ പടം എനിക്ക് തന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ സിനിമയിൽ തുടങ്ങുന്നത് ജയരാജേട്ടൻ അസിസ്റ്റൻ്റായിട്ടാണ്. സിനിമ പഠിക്കുന്നത് പുള്ളിയുടെ അടുത്ത് നിന്നാണ്. പിന്നെ ഇങ്ങനെ ഞാൻ അവിടുന്ന് വഴി പോയി കുറേ സിനിമയിൽ അഭിനയിച്ചു. തിരിച്ച് ഒരു 10-20 കൊല്ലത്തിന് ശേഷം പുള്ളിയുടെ എന്നെ അടുത്ത് വന്ന് അഭിനയത്തിൽ, അതായത് പുള്ളിയുടെ കമാൻഡിൽ അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ പുള്ളി കമാൻഡ് ചെയ്യാൻ കേട്ടിട്ടുണ്ട്, സൈഡിൽ അസിസ്റ്റൻ്റായിട്ടായിട്ട് വർക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഇതിൽ നടനായിട്ട് പുള്ളിയുടെ ആക്ഷൻ കട്ടിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് പേഴ്സണലി ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നതാണ്. അതായത് നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറയണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കെമിസ്ട്രിയോ ഫിസിക്സോ എല്ലാം അത്തരം സബ്ജക്ട്സിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വളരെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. മാഷ് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ അതിലൊരു മെയിൻ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ കൂടെ വർക്ക് ചെയ്യണം. യു ആർ ഓൾസോ ഗെറ്റിംഗ് സം നോളജ് വൈൽ ഡൂയിങ് ദിസ് പ്രോസസ്. ആൻഡ് അതൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ നിങ്ങളുടെ മാഷിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയത് എക്സാക്ട്ലി ദ സെയിം ആണ് ട്രൈ ടു സേ. സോ ശാന്തമി രാത്രിയിൽ ഒരു ലവ് സ്റ്റോറിയാണ്. ഇപ്പോൾ ലവ് സ്റ്റോറി ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കണക്ട് ആവേണ്ടതാണ്. സോ പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട് us. താങ്ക് യു. Thank you, sir. ഓക്കെ. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു. അത് കുറേ കാലം കൊച്ചിയിലും എറണാകുളത്തൊക്കെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് ഒന്നും നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ UK വണ്ടി കയറി. അങ്ങനെ UK താങ്ക് യു സോ മച്ച് സാർ, ജയരാജ് സാറുടെ ഒരു ഓഡിഷന് പോയി. അങ്ങനെയാണ് ഇത് ശാന്തമി രാത്രിയിൽ അഭിനയിച്ചു. ഇന്ന് ഇത് അതേപോലെ നടക്കുമ്പോൾ സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് ഇതാണെന്ന് പറഞ്ഞ ആ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ഞാനിവിടെ സ്റ്റേജിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ
പഠിച്ചവൻ എവിടെയെങ്കിലും ഞാൻ കാണുന്നുണ്ടാവും, ഡെഫിനറ്റ്ലി യെസ്. സോ താങ്ക് യു സോ മച്ച്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഗൈൻ ലവ് സ്റ്റോറിയാണ്. പിന്നെ നമുക്കൊക്കെ അറിയുന്നതാണ് ലവ് എന്ന് പറയുന്നത് ഒരു വികാരമാണല്ലോ. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് വരണമല്ലോ. ഇത് സാറുള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ എല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ ഡു സപ്പോർട്ട് us. താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ കോ ആക്ടറാണ്, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. സോ ഞാൻ അർജിത്തിന് കൈമാറാണ്. താങ്ക് യു സോ മച്ച്. Thank you. എൻ്റെ പേര് അർജിത്ത്. ആദ്യമായിട്ട് ആണ് ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ സംസാരിക്കുന്നത്. അതിൻ്റെതായ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അഭിനയിക്കുന്നത് ഒരു നാട്ടിൻപുറത്തുകാരനായ ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ടാണ്. അപ്പോൾ ആ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ പ്രണയവും ഒരു സൗഹൃദവും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.